KCYM തലശ്ശേരി അതിരൂപതയും ഷാലോൺ ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിനെ സംബന്ധിച്ച സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് യുവജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിവന്ദ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പനത്തടി ഫൊറാനയിലെ യുവജനങ്ങളാണ്. അവരെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് വിശ്വാസ പ്രമാണത്തെക്കുറിച്ചായിരുന്നു. ഈ ഒരു വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനായ മിശിഹായെക്കുറിച്ചാണ്. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി അഗസ്റ്റിനാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. പിതാവിനോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നു. അഭിവന്ദ്യ പിതാവേ, എൻ്റെ പേര് അഗസ്റ്റിൻ. ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാരത്തിന് ചരിത്രത്തിൻ്റെ പിൻബലമുണ്ടോ എന്നതാണ് എൻ്റെ സംശയം. യെസ് അഗസ്റ്റിൻ, നല്ല ചോദ്യമാണത്. അത് ഈശോയുടെ മനുഷ്യാവതാരം ഒരു ചരിത്ര സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ചരിത്രത്തിൽ അതിന് പിൻബലമുണ്ടോ? ഇതാണ് അഗസ്റ്റിൻ്റെ ചോദ്യം, അല്ലേ? അഗസ്റ്റിൻ എന്നാ പഠിക്കുന്നേ? ഞാനിപ്പം ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുക. എന്ത് വിഷയമാണ് പഠിക്കുന്നത്? ഫിസിക്സ്. ഫിസിക്സ്. എന്നിട്ടും ചരിത്രത്തോട് ഇത്രയും താല്പര്യം തോന്നിയത് എന്താണ്? ശാസ്ത്രം, ഉത്ഭവം. ശാസ്ത്രത്തിന് ചരിത്രത്തിൻ്റെ ഒരു പിൻബലമുണ്ട്. ചരിത്രം ഒരു ശാസ്ത്രമാണ്, അല്ലേ? ഗുഡ്. യെസ്. അപ്പോൾ ഈശോ മിശിഹ മനുഷ്യനായി പിറന്നു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണമാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ യുക്യാറ്റിൻ്റെ ഈ ക്ലാസ്സുകളുടെ അവതരണം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ സീക്യാറ്റിൽ പഠിച്ചതുപോലെ യുക്യാറ്റും സഭയുടെ വിശ്വാസ പ്രമാണത്തിലെ 12 സത്യങ്ങളെയാണ് ആദ്യ ഭാഗത്ത് അനാവരണം ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ സത്യമായ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യമാണ് അഗസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരത്തിന് ചരിത്രത്തിൻ്റെ പിൻബലമുണ്ടോ? ഈശോ മനുഷ്യനായി അവതരിച്ചു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്. അവൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പാടുപീഡകൾ സഹിച്ചു, അല്ലേ? എന്തിനാ ഈ പന്തിയോസ് പീലാത്തോസിൻ്റെ പേര് ഇതിനകത്ത് പറയുന്നത്? ഒരുപക്ഷെ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഒരേ ഒരു മനുഷ്യ വ്യക്തിയുടെ പേര് പന്തിയോസ് പീലാത്തോസ്. വേറെ എത്ര നല്ല മനുഷ്യർ പറയാനുണ്ടായിരുന്നു. എന്നിട്ട് അതിയാൻ്റെ പറഞ്ഞത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അത് ഒരു കഥയല്ല. ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് അവൻ മനുഷ്യാവതാരം ചെയ്തത് കൃത്യമായ ഒരു ചരിത്ര ഭൂമികയിലാണ്. തിബേരിയൂസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായിൽ ദേശാധിപതിയായിരിക്കവേ ഹെറോദസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പ് ഇത്തൂറിയ ത്രാക്കൂണിത്തൂസ് പ്രദേശങ്ങളുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ എന്ന് പറഞ്ഞാണ് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം ആരംഭിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരം ലൂക്ക അവതരിപ്പിച്ചു തുടങ്ങുകയാണ്. ഏതോ പണ്ടൊരു കാലത്തെന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്, അല്ലേ? നമ്മൾ സാധാരണ കഥ പറയുന്നത് വല്യമ്മച്ചിമാരൊക്കെ കഥ പറഞ്ഞു നിൽക്കുന്നത്, അല്ലേ? പണ്ടൊരിടത്ത് എന്നല്ലേ പറയുന്നത്. അതായത് അതൊരു കഥയാണ്. അതിന് പണ്ട് എപ്പോഴോ ഏതാണെന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു പറയുന്ന കഥാശൈലിയിലല്ല സുവിശേഷം പറയുന്നു. സുവിശേഷം വളരെ കൃത്യമായി പറയുന്നു. എന്താണ്? തിബേരിയൂസ് സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം. തിബേരിയൂസ് സീസർ എന്ന് പറഞ്ഞൊരു സീസർ ഉണ്ടായിരുന്നോ? റോമൻ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു സീസർ ഉണ്ടായിരുന്നു എന്നും ആ സീസറിൻ്റെ ഭരണകാലം ഇത്ര വർഷമായിരുന്നു എന്നും. ആ സീസറിൻ്റെ കാലത്ത് പന്തിയോസ് പീലാത്തോസ് എന്ന് പറഞ്ഞ ദേശാധിപതി ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞൊരു ഗവർണർ ഉണ്ടായിരുന്നോ? റോമൻ ചരിത്രത്തിൽ വളരെ കൃത്യമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ കൃത്യമായിട്ടാണ് ചരിത്രം പറയുന്നത്.
പ്രധാനാചാര്യന്മാരുടെ പേര് വിവരം റോമൻ ചരിത്രത്തിലുണ്ട്. അന്നാസിൻ്റെ മരുമകൻ കയ്യാഫാസ് അടുത്ത ആളായി പ്രധാനാചാര്യനായി നിയമിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം തന്നെയാണ് ഇത് ചരിത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉത്തരം പറയുന്നത് സുവിശേഷകന്മാർ തന്നെ. ഈ സുവിശേഷം എഴുതപ്പെടുന്ന കാലത്ത് റോമൻ ചരിത്രം ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമാണ്. ആ ചരിത്രം ലോകത്തിൻ്റെ തന്നെ ചരിത്രമായി വിലയിരുത്തപ്പെടുന്ന കാലത്താണ് ഇത് എഴുതുന്നതെന്ന് വിചാരിക്കും. ഈശോ മരിച്ചിട്ട് ഏതാനും ദശകങ്ങൾക്കുള്ളിൽ എഴുതപ്പെടുന്ന സുവിശേഷത്തിൽ ആ സംഭവങ്ങളുടെ ചരിത്രം എഴുതപ്പെട്ടു എന്ന് മാത്രമല്ല, അത് അന്നത്തെ മനുഷ്യർ വായിച്ചപ്പോൾ അവർക്കറിയാം, യെസ്, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, ചരിത്രപരമാണ്. സുവിശേഷത്തിൽ തന്നെ ഇത് ചരിത്രപരമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരണമുണ്ട് എന്നാണ് ഞാൻ ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമതായി, ഇനി സുവിശേഷത്തിന് വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാലഘട്ടങ്ങളിലെ റോമൻ ചരിത്രം എഴുതുന്നുണ്ട്. റോമൻ ചരിത്രം എഴുതുമ്പോൾ ഈശോമിശിഹ എന്നൊരു വ്യക്തി നസ്രത്ത് എന്നൊരു ഗ്രാമത്തിൽ വളർന്ന് ഏതാനും ചില അതിസ്വാഭാവിക കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകൾ ആരോപണം ഉന്നയിച്ചു, കുരിശേ തറച്ച് മരിച്ചു. അങ്ങനെയാണ്, അത്രേ ഉള്ളൂ ആ ചരിത്രം. ആ ചരിത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും റോമൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം റോമിൻ്റെ ഇത്രയും വിശാലമായ ചരിത്രത്തിൽ ഈശോയുടെ ചരിത്രം എഴുതി വയ്ക്കാൻ മാത്രം പ്രാധാന്യമുള്ള ചരിത്രമായി റോമൻ ചരിത്രകാർ കരുതേണ്ടതില്ല. എങ്കിൽ പോലും റോമൻ ചരിത്രത്തിൽ ഈശോയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയുണ്ട്. അത് റോമൻ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നായി ഇന്ന് പരിഗണിക്കപ്പെടുന്നത് താസിറ്റസിൻ്റെ നാളാഗമങ്ങളാണ്. ദി അനൽസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ നാൾ വഴിയാണ്. റോമൻ ചരിത്രത്തിൽ ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു, ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു, അങ്ങനെ ഡേറ്റ് വൈസിൽ കാര്യങ്ങൾ പറയുന്നതാണ് ദി അനൽസ് എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ ഈശോമിശിഹായെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട്. അവൻ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. അവനെ പൊന്തിയോസ് പീലാത്തോസ് കുരിശേ തറച്ച് കൊന്നതാണ്. എന്നിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ ഒരു വിഭാഗം അവനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ട്. എങ്ങനെയും ഇവരെ ഇല്ലായ്മ ചെയ്യും. വ്യക്തമായ ചരിത്രമാണ് അല്ലേ? വീണ്ടും സ്യൂട്ടോണിയൂസിൻ്റെ ചരിത്ര രേഖകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ റോമാ സാമ്രാജ്യത്തിന് ദോഷം ചെയ്യാനാണ് സാധ്യത. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഇല്ലായ്മ ചെയ്യേണ്ടത് സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് പറയുന്നു. ജോസേഫൂസിൻ്റെ ജൂവിഷ് ആൻറ്റിക്വിറ്റീസിൽ, അതുപോലെ ജൂവിഷ് വാർ, രണ്ട് പ്രധാന ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഇവരെല്ലാം ഇന്ന് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളാണിതൊക്കെ. അതിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന വ്യക്തിക്ക് 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. അവൻ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിച്ചു. അവൻ കുരിശിൽ മരിക്കുന്ന നേരത്ത് ഈ ഭൂമി മുഴുവനും പെട്ടെന്ന് ഇരുട്ടിലായിപ്പോയി. അതെല്ലാവരെയും ഭയപ്പെടുത്തി. ഇവൻ ആരാണെന്ന് എല്ലാവരും സംശയിച്ചു പോയി എന്ന് ജോസേഫൂസ് എഴുതി വയ്ക്കുന്നു. അതായത് ഈശോമിശിഹായുടെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പിൻബലം നൽകുന്ന ചരിത്രരേഖകൾ നിങ്ങൾക്ക് സുവിശേഷ ഇതര ഗ്രന്ഥം മാത്രമല്ല സുവിശേഷ വിരുദ്ധ ഗ്രന്ഥങ്ങളിലും ലഭ്യമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ജനനം സത്യമായും ഒരു ചരിത്ര സംഭവമാണ് എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കും. മൂന്നാമതായി, ഈശോയുടെ ജനനം ചരിത്രത്തെ രണ്ടായി പകുത്തു. ഇന്നും നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. ഇത് 2023 ആണ്ടാണ്, അല്ലയോ അഗസ്റ്റിൻ? ഈ 2023 എന്ന് പറഞ്ഞ് എന്തിൻ്റെ 2023? AD എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അന്നോ ഡോമിനി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വത്സരം. കർത്താവായ ഈശോമിശിഹ ജനിച്ചിട്ട് 2023 കൊല്ലമായി എന്നാണ് നമ്മൾ ഇന്ന് ഏറ്റു പറയുന്നത്. അല്ലാതെ അതൊരു വെറുതെ ഒരു നമ്പർ പറയുന്നതല്ല. എന്താണ് ഈ 2023 എന്ന് ചോദിച്ചാൽ
നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ ഈ ഭൂമിയിൽ വന്നു പിറന്നിട്ട് 2023 കൊല്ലമായി എന്നാണ് നമ്മൾ ഏറ്റുപറയുക, ഇല്ലേ? അഗസ്റ്റിൻ ജനിച്ചത് ഏത് വർഷമാണ്? 2001. 2001 അഗസ്റ്റിൻ ജനിച്ചിരിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈശോ ജനിച്ചിട്ട് 2001 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അഗസ്റ്റിൻ ജനിക്കുന്നത്. അതായത് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അത്ഭുതമാണത്. ഈ ഭൂമിയിലെ ഒരു ചരിത്ര സംഭവം പോലും ഈശോയോട് ബന്ധപ്പെടുത്താതെ പറയാനാവാത്ത വിധം അവൻ്റെ ജനനം ഈ ചരിത്രത്തിൽ അത്രമേൽ ആഴത്തിൽ മായ്ക്കാനാവാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ട സത്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മളെല്ലാ ഭാരതീയരും പറയും. എന്താണ് നമ്മൾ അറിയാതെ പറയുന്ന സത്യം? ഈശോ ജനിച്ചിട്ട് 1947 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്, ഇല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഏത് വ്യക്തി ഒരു വർഷം ഉച്ചരിക്കുമ്പോൾ അവരറിയാതെ സുവിശേഷം പ്രസംഗിക്കുകയാണ്, ക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷമായി, അല്ലേ? പുതുവർഷം നമ്മൾ ആഘോഷിക്കാൻ കാരണം അത് ഈശോ ജനിച്ചിട്ട് ഇത്രാം വർഷമായി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ ജനനം ചരിത്ര സംഭവമാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ചരിത്രത്തെ സ്വാധീനിച്ച, ചരിത്രത്തെ രണ്ടായി പകുത്ത മറ്റൊരു സംഭവവും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ് സത്യം. അഗസ്റ്റിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. വ്യക്തമായ മറുപടി കിട്ടി. താങ്ക് യു പിതാവേ. അഭിനന്ദ പിതാവേ, ഇതിനോട് ചേർത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ AD BC എന്ന് ആണ് ചരിത്രത്തിൽ രേഖപ്പെടാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് CE BCE എന്ന് പറയുന്ന 2 ലെറ്ററുകൾ ഇങ്ങനെ മാറ്റി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിനന്ദ പിതാവ്. അത് അച്ഛൻ പറഞ്ഞത് വളരെ വസ്തുതാപരമാണ്. ഒരു ചരിത്ര പണ്ഡിതൻ എന്ന രീതിയിൽ അച്ഛൻ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. AD എന്ന് പറഞ്ഞാൽ ഈശോയുടെ പേരുമായി ബന്ധപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അതങ്ങനെ പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമല്ല. അതുകൊണ്ട് കോമൺ ഇറ എന്നങ്ങ് പറഞ്ഞാൽ മതി. BCE എന്താണ്? ബിഫോർ കോമൺ ഇറ എന്ന് പറഞ്ഞാൽ BCയും ADയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ചുരുക്കെഴുത്ത് മാറ്റാൻ ഒരു സംഘടിതമായ ശ്രമം ലോകത്തിൻ്റെ പല കോണുകളിലും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിരുദ്ധ സംസ്കാരങ്ങളിൽ അത് വളരെ പ്രബലമായി രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമൺ ഇറ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും കോമണായി ബാധിച്ച ആ ഇറായുടെ പിന്നിലെ സത്യം എന്ന് ചോദിച്ചാൽ എന്താണത്? ഈശോയുടെ ജനനം. ഈശോയുടെ ജനനത്തോടെ നാം എല്ലാവരും തുല്യരായി തീർന്നു, എല്ലാവരും കോമണായി തീർന്നു എന്ന് പറയുമ്പോൾ ആരെത്ര പേര് മാറ്റി വിളിച്ചാലും ആ സത്യത്തെ നിഷേധിക്കാൻ പറ്റിയല്ല. കാരണം അവൻ്റെ ജനനവും അവൻ്റെ ജീവിതവും ഈ ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ക്രിസ്തുവിന് ശേഷം എന്ന ഒരു ലോകം, അത് വ്യത്യസ്തമായ ലോകം. ക്രിസ്തു വരുന്നതിന് മുൻപുള്ള ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന് ശേഷമുള്ള ലോകം വ്യത്യസ്തമാണ്. ക്രിസ്തുവിന് മുമ്പുള്ള ലോകം രക്ഷയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ലോകമാണ് എങ്കിൽ ക്രിസ്തുവിന് ശേഷം വന്ന ലോകം രക്ഷിക്കപ്പെട്ട ലോകമാണ്, അല്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. ആ കോമൺ സംഭവം, കോമൺ ഇറ എന്ന് വിളിക്കുന്നവരെയെല്ലാം നമ്മൾ വഴക്കൂടാൻ പോകണ്ട. പക്ഷേ അവരോട് ചോദിക്കണേ, എന്താണ് ഈ കോമണായ സംഭവം? എന്താണ് ഈ കോമൺ സംഭവം? ഈശോയുടെ ജനനം. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ നമ്മൾ വിശ്വാസികൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ട വാക്കുകൾ ഏതാണ്? BC AD എന്നാണ്. കഥയറിയാതെ നമ്മൾ ആട്ടം കാണരുത്. ആർക്കോ വേണ്ടി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ബലി കൊടുക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അഭിനന്ദ പിതാവിന് കൃത്യമായിട്ട് നന്ദി പറയുകയാണ്. അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി സോണറ്റാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. സോണറ്റ്. പിതാവേ, എൻ്റെ പേര് സോനറ്റ്. എൻ്റെ ചോദ്യം, ദൈവം സർവശക്തനാണല്ലോ, എങ്കിലും പീഡാനുഭവ വേളയിലൊന്നും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കാതെ ബലഹീനനായിരുന്നു. പ്രതിസന്ധികളിൽ ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം? യെസ്, സോണറ്റ് ചോദിച്ചത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ്. അതായത്
ദൈവം സർവശക്തനായ ദൈവമാണ്. എന്നിട്ടും കാൽവരിയിലെ കുരിശിൽ ദയനീയമായി അവൻ പിടഞ്ഞ് മരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ചാണ് ഈശോ മരിക്കുന്നത്, അല്ലേ? അത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്ത ഒരു ശക്തി പ്രകടനമാണ്. സർവശക്തന് മാത്രം പറ്റുന്ന ഒരു ശക്തി പ്രകടനമാണ്. നമ്മൾ ശക്തി എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്ന എന്താണ്? 10 വില്ലന്മാർ ഒന്നിച്ച് വന്നാൽ അടിച്ച് നിരപ്പാക്കുക, അല്ലേ? സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. 50 പേര് വട്ടം പിടിച്ചപ്പോൾ ഇയാൾ ഒന്ന് കുതറുമ്പോൾ 50 ദിക്കിലേക്ക് ചെതറിത്തെറിച്ച് വീഴും. അതാണ് നമ്മൾ ശക്തിയായിട്ട് പരിഗണിക്കുക. ഒന്നടിച്ചാൽ 9 തിരിച്ചടിക്കാൻ കഴിയുക, അതാണ് ശക്തി എന്ന് പറയുന്നത്. പക്ഷേ സുവിശേഷത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു ശക്തിയുണ്ട്. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ഏതറ്റം വരെയും പോയി സഹിക്കാനുള്ള ശക്തി. അത് പരമമായ ശക്തിയാണ്, ദൈവത്തിന് മാത്രം പറ്റുന്നൊരു ശക്തിയാണ്. അതായത് ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്ത് ത്യാഗത്തിനും സന്നദ്ധമാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ മഹാന്മാരെന്ന് ഈ ഭൂമിയിൽ വിളിക്കും, അല്ലേ? അവരതിനു വേണ്ടി വരുന്ന വ്യക്തിപരമായ നഷ്ടങ്ങളെ അവർ പരിഗണിക്കുന്നേയില്ല. മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ആ ലോയർ, പ്രഗത്ഭനായ വക്കീൽ, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്ന ഒരു ജഡ്ജിയുടെ മകനായിരുന്നു അദ്ദേഹം. കോട്ടും സൂട്ടും ഇട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ വന്ന ഗാന്ധിയുടെ മുമ്പിൽ ബ്രിട്ടീഷ് സർക്കാർ ഏറ്റവും നല്ല ജോലി ഓഫർ ചെയ്യുന്നു. അദ്ദേഹം ആ ജോലി സ്വീകരിച്ച് സ്വസ്ഥമായി ജീവിക്കാമെന്ന്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹം കോട്ടും സൂട്ടും മാറ്റി 2 തോർത്തിലേക്ക് വേഷം മാറ്റി. കാറും ബംഗ്ലാവ് ഉപേക്ഷിച്ച് ചേരിയിൽ പോയി താമസിച്ചു. വടികുത്തി നടക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു അദ്ദേഹം. അങ്ങനെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറി. അതായത് ഗാന്ധിയുടെ ഈ സഹനയാത്ര ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ ത്യാഗം, അതൊരു വലിയ ശക്തിയാണ്, അല്ലേ? ആ ശക്തിയെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. കുരിശേൽ ഈശോ പ്രകടമാക്കുന്നത് അതാണ്. അത് നിസ്സഹായതയല്ല. അവന് വേണമെങ്കിൽ അത് ചെയ്യാം. കയ്യാപ്പാസല്ല, പീലാത്തോസല്ല, ഹെറോദേസല്ല, അവൻ്റെ സകല സൈന്യങ്ങളെയും ഒരു സെക്കൻഡ് കൊണ്ട് ഭസ്മമാക്കി കളയും. ഈശോ അത് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ അവിടുന്ന് 14 വൃന്ദം മാലാഖമാരെ അയച്ച് ഇവന്മാരെയെല്ലാം ചൂട്ടുകറ്റ പോലെ കത്തിക്കുകയല്ലേ, ഇല്ലേ? എനിക്കത് പറ്റും. ഈശോയ്ക്കറിയാം ദൈവമായ തനിക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ താൻ അത് ചെയ്താൽ ലോകത്തിൻ്റെ രക്ഷ എന്നത് സാധ്യമാവില്ല. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപാപത്തിന് പരിഹാരം ചെയ്യാൻ പരമപിതാവിൻ്റെ തിരുഹിതപ്രകാരം രക്ഷാകര പദ്ധതി അനുസരിച്ച് അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ പിടഞ്ഞ് മരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഒരു വ്യക്തി സന്നദ്ധമാകുമ്പോഴാണ് ആ വ്യക്തിയുടെ നിശ്ചയദാർഢ്യം, ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, ആ വ്യക്തിയിലെ യഥാർത്ഥ ശക്തി നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അല്ലാത്തവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ വെറും കൈക്കരുത്ത് മാത്രമാണ്. അതിനെ സർവശക്തൻ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, അല്ലേ? കയ്യൂക്കുള്ളവൻ, 6 പാക്ക് മസിലുള്ളവൻ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളവൻ എന്നൊക്കെ വിളിച്ചാൽ മതി. അതൊന്നും സർവശക്തിയല്ല. സർവശക്തി എന്ന് പറഞ്ഞത് എല്ലാ ശക്തിയും കൈവശമുണ്ടായിരിക്കവേ ഒരു കുലീനമായ ലക്ഷ്യത്തിന് വേണ്ടി തൻ്റെ ശക്തികളെ ഉപയോഗിക്കാതെ സഹിക്കാൻ ശക്തനായിത്തീരുന്നു. അതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം. ആ സ്വഭാവമാണ് ഈശോ കാൽവരിയിലെ കുരിശിൽ പ്രകടമാക്കിയത്. അതൊരു ബലഹീനതയല്ല, നിസ്സഹായതയല്ല, അതൊരു നിലവിളിയുമല്ല. മറിച്ച് ഈ ഭൂമിയിൽ
മനുഷ്യന് പ്രകടിപ്പിക്കാനാവുന്ന ശക്തിയുടെ ഏറ്റവും പരമമായ സാക്ഷ്യമാണ്, അല്ലേ? വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, വലിയ രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മകൻ, വളരെ സാധാരണക്കാരനായി വള്ളിച്ചെരുപ്പിട്ട്, അതിൽ ചെരുപ്പ് പോലും ഇടാതെ, ഒരു തോർത്തുമുണ്ട് പോലത്തെ മുണ്ട് കൊടുത്ത് ഷർട്ട് വിട്ട് പള്ളിക്കൂടത്തിൽ നിങ്ങളുടെ കൂടെ വന്നിരുന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വലിയ ആദരവോടെ നോക്കും, അല്ലേ? അതേസമയം നമ്മൾ തോർത്തെടുക്കാനേ നിവൃത്തിയുള്ളെങ്കിൽ പോലും നമ്മൾ ഏറ്റവും മേക്കപ്പ് ചെയ്ത് വീട്ടിൽ പപ്പായെ ശല്യപ്പെടുത്തി ഏറ്റവും മോഡേൺ വേഷം ധരിച്ച്, നിങ്ങളെല്ലാം ഉദ്ദേശിച്ച് നിങ്ങൾ വളരെ മര്യാദക്കാർ കൊച്ചുങ്ങളാണ്, നമ്മൾ നടക്കുന്ന നമ്മുടെ വിചാരം ശക്തി പ്രകടനം എന്ന് പറയുന്നത് ഈ ഒരു പ്രദർശനപരതയാണ് എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥ ശക്തി ഈശോ കാണിച്ചു തരുന്നതാണ്. അതായത് ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഒരു വ്യക്തി സഹനങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധനാകുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ ശക്തനായിത്തീരുന്നത്. സ്തേഫാനോസിനെ നാട്ടുകാർ കല്ലെറിഞ്ഞ് കൊല്ലാൻ തുടങ്ങും, ആദ്യത്തെ രക്തസാക്ഷി. ആ മനുഷ്യൻ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ദൈവമേ, സ്വർഗം തുറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചു. ചീത്ത വിളിക്കാനും തിരിച്ചടിക്കാനും ഒരു 2 കല്ലെങ്കിലും എറിഞ്ഞ് ഒരുത്തൻ്റെ എങ്കിലും കണ്ണു പൊട്ടിക്കാനും സ്തേഫാനോസിനും പറ്റുമായിരുന്നു. അതും ഒരു ശക്തി പ്രകടനമാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത് അതല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു ശക്തിയുടെ പ്രകടനമുണ്ട് എന്ന് ലോകം തിരിച്ചറിയണം. ലോകത്തിന് ഒരിക്കലും മനസ്സിലാകാത്ത ഒരു ശക്തി പ്രകടനമാണ് ഈശോ കാണിക്കുന്ന ഈ ശക്തി പ്രകടനം. യുവജനങ്ങളായ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സൽമാൻ ഖാൻ്റെ ശക്തി പ്രകടനം, അല്ലെങ്കിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, മോഹൻലാലിൻ്റെയൊക്കെ ശക്തി പ്രകടനത്തോടായിരിക്കും താല്പര്യം. അത് ശക്തി പ്രകടനമല്ല, അതൊരു മസിൽ പ്രകടനമാണ്, അതൊരു പെർഫോമൻസ് മാത്രമാണ്. മറിച്ച് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സഹിക്കാനുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മെ നമ്മളാക്കി തീർക്കുന്നത് എന്ന സത്യം ഓർക്കും. യുവജനങ്ങളായ നിങ്ങൾ സഹനങ്ങളുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുകൂടിയാണ് ചോദിച്ചത്, അല്ലേ? സോണറ്റ് ചോദിച്ചത്. അപ്പോൾ യുവജനങ്ങൾക്ക് ഈ ഒരു മാതൃക അനുകരിക്കാം. യുവജനങ്ങൾ ഈ പറഞ്ഞ സിനിമാ നടന്മാരെ അല്ല അനുകരിക്കേണ്ടത് ശക്തി പ്രകടനത്തിൽ. എന്താണ്? ദൈവം അറിയാതെ, അവിടുന്ന് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ അറിവോടെ, അനുവാദത്തോടെ, സമ്മതത്തോടെ സംഭവിക്കുന്ന. ഈശോയ്ക്ക് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈശോ, പിതാവേ അങ്ങേ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈശോ മരിക്കുന്നത്. നമ്മുടെക്കും ഈശോയിൽ നിന്ന് പഠിക്കാവുന്ന പാഠം അതാണ്. ഏതാണ്? പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവിയെ ഞാൻ സമർപ്പിക്കുന്നു, പരീക്ഷയെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കയെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഈ രോഗാവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളെയും അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോയെപ്പോലെ പറയാനും അത് വിശ്വസിക്കാനും കഴിയുമ്പോൾ നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളെ നേരിടാൻ നമ്മളും ശക്തരായിത്തീരും. ഓക്കെ, അഭിയന്ത്യ പിതാവ് വളരെ മനോഹരമായിട്ട് സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ആനന്ദം ഈശോയ്ക്ക് കിട്ടിയതുപോലെ ലഭിക്കുമെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കി തന്നു. സോണറ്റിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു പിതാവേ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു എപ്പിസോഡിലൂടെ കണ്ടത് മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും ചരിത്രപരമായ വശങ്ങളുമൊക്കെയായിരുന്നു. നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയ അഭിയന്ത്യ പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ മനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച തലശ്ശേരി അതിരൂപതയിലെ പനത്തടി ഫൊറോനയിലെ എല്ലാ യുവജനങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. വീണ്ടും മറ്റു ചോദ്യങ്ങളുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി.